ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ ചിക്കൻ റോസ്റ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും വിനീഗറും ഒക്കെ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനാണ് ഇത്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ആവശ്യാനുസരണം ഉപ്പ്, പിന്നെ വേണ്ടത് തൈരാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചിക്കനിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയും സവാള അരിഞ്ഞത് ചേർക്കാം. ഇത് മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞതാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗരം മസാല മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചെറിയ 4-5 പട്ട, ഇത് കനം കുറഞ്ഞ പട്ടയാണ്, 6 ഏലക്ക, പിന്നെ തക്കോലത്തിൻ്റെ പകുതി, ഗ്രാമ്പൂ 8 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വറുത്തെടുത്തതാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി സവാളയിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇത് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് പിരിയ മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറി വരണം. അപ്പോൾ പൊടി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയില്ലേ, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് മൂപ്പിച്ചെടുത്ത ഗരം മസാല ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇനി വേണ്ടത് തക്കാളി അരിഞ്ഞതാണ്. ഇത് 2 ചെറിയ തക്കാളി അരിഞ്ഞതാണ്, അതും കൂടെ ചേർക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ വഴറ്റുന്നില്ല. തക്കാളി ചേർത്ത ഉടനെ തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം, ചിക്കൻ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലാണ് ചിക്കൻ വേവുന്നത്. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലാസ്റ്റിൽ ഞാൻ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒട്ടും തന്നെ ഗ്രേവി വേണ്ടായെങ്കിൽ നല്ലോണം വഴറ്റിയെടുക്കാവുന്നതാണ് ചിക്കന്. ഞാൻ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.